കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിന് ശേഷം എവിടെയൊക്കെയാണ് രാഷ്ട്രീയ നാടകങ്ങൾ നടക്കുന്നത്, ആ നാടകങ്ങളിൽ എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ വിവരങ്ങളിലേക്ക് കടക്കുകയാണ്. റിപ്പോർട്ട് ബ്രേക്കിംഗ്. തൃശൂർ മറ്റത്തൂരിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച വാർഡ് അംഗങ്ങളെ BJP-യിലെത്തിക്കാൻ നീക്കം. 8 പേരെയും BJP നേതാക്കൾ സമീപിച്ചതായാണ് സൂചന. മറ്റത്തൂരിൽ BJP-യിലേക്ക് ആര് വന്നാലും സ്വീകരിക്കുമെന്ന് BJP എറണാകുളം തൃശൂർ മേഖലാ പ്രസിഡന്റ് A. നാഗേഷ് പറഞ്ഞു. ആ പ്രതികരണം കേൾക്കാം. DCC പ്രസിഡന്റ് ആദ്യം അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ആളുകളെ പിടിച്ചു നിർത്താനുള്ള ഏർപ്പാടാണ് നടത്തേണ്ടത്. ജോസഫ് ടാജറ്റ് ആദ്യം ഈ ഔസേപ്പ് അവിടെ UDF-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോയ ആളാണ്. ആ UDF-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി CPM-ന് പോയിട്ട് എങ്ങനെയാണ് മത്സരിച്ചതെന്ന് ടാജറ്റ് പോയിട്ട് അന്വേഷിക്കണം. അല്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അല്ല. 8 അംഗങ്ങളും 2 വിമതന്മാരുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 4 BJP അംഗങ്ങൾ തട്ടിയെടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം കോൺഗ്രസിനോട് ചോദിച്ചാൽ മതി, BJP-യോട് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും മറ്റത്തൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കുത്തക ഭരണം അവസാനിപ്പിക്കാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും UDF-ന്റെയും നാട്യം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് സ്വതന്ത്രന് പിന്തുണ നൽകി കേരളത്തിൽ ഇടതുപക്ഷവും UDF-ഉം യോജിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ ഭരണത്തിൽ നിന്ന് അകറ്റുന്ന പോലെയല്ല, അവിടെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ആളുകൾക്കാണ് ഭാരതീയ ജനതാ പാർട്ടി പിന്തുണ കൊടുത്തിട്ടുള്ളത്. ഇതാണ് പ്രതികരണം. അതിനിടെ കോൺഗ്രസ് BJP കൂട്ടുകെട്ട് അറിയാതെയാണ് വോട്ട് ചെയ്തതെന്ന വിചിത്ര വിശദീകരണവുമായി രാജിവെച്ച വാർഡ് മെമ്പർ അക്ഷയ് സന്തോഷും രംഗത്തെത്തി. ഇന്ന് നടന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് BJP കോൺഗ്രസ് കൂട്ടുകെട്ടിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരം കിട്ടുന്നത്. ഇത് ഒന്നും അറിയാതെയാണ് ഇന്ന് രാവിലെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നായിട്ട് ഞങ്ങളിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയത്. പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് ഒപ്പിട്ട് വാങ്ങിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്റെ ഒപ്പ് രേഖപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് BJP കൂട്ടുകെട്ടാന്നുള്ള കാര്യം അറിഞ്ഞ് കൊണ്ട് വർഗീയ ശക്തിയായ BJP-യുടെ കൂടെ പ്രവർത്തിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു. ചൊവ്വന്നൂര് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അവിടെ നിന്ന് ഉണ്ടായത്. SDPIയുടെ വോട്ട് വാങ്ങി പിന്നെ പാർട്ടിയുടെ അംഗമായിരുന്ന നിതീഷ്, അദ്ദേഹം പ്രസിഡൻ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ സെബേറ്റ വർഗീസ് വൈസ് പ്രസിഡൻ്റായിട്ടുണ്ട്. 2 പേര് ഇന്നലെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ മറ്റത്തൂരും ആവശ്യപ്പെട്ടതാണ്. അവരത് ചെയ്യാത്തത് കൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുത്തു കഴിഞ്ഞു. ഇനി അതിൽ വേറെ ഒന്നുമില്ല. അതും ഇതുപോലെ അയോഗ്യരാക്കാൻ അല്ല, അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ജില്ലയിൽ വളരെ തുച്ഛമായ സ്ഥലങ്ങളിലാണ്, ഇങ്ങനെ 1-2 സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ CPI ഒക്കെ കൊട്ടി ആഘോഷിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അവരോട് പരമപുച്ഛം തോന്നും. എന്നാൽ മറ്റത്തൂരിലെ കൂറുമാറ്റത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി രംഗത്തെത്തി. ഒറ്റച്ചാട്ടത്തിന് BJP-യാകാൻ കോൺഗ്രസുകാർ തക്കം പാർത്തിരിക്കുകയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു. തോറ്റു തൊപ്പിയിട്ടിരിക്കുമ്പോഴും BJP-യെ ശക്തിപ്പെടുത്താനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്ന് VD സതീശൻ പരിഹസിച്ചു. തോറ്റു തൊപ്പിയിട്ടിരിക്കുമ്പോഴും ഇതുപോലത്തെ പരിഹാസം പറയുന്നതിനാണ് വലിയ താല്പര്യം കാണിക്കുന്നത്. ഈ തോൽവിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. തോറ്റിട്ടില്ലെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പോഴും. ഇത് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് മറ്റത്തൂരിലെ കാര്യം പറയണം. മറ്റത്തൂരിൽ 2 വിമതന്മാർ ജയിച്ചിരുന്നു. അതിലൊരു വിമതനെ CPM പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇവരെല്ലാവരും ചേർന്നിട്ട് മറ്റേ വിമതനെ ജയിച്ച ആളെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ വേണ്ടി പിന്തുണ കൊടുത്തു. അത് പാർട്ടി തീരുമാനത്തെ ലംഘിച്ചാണ് അവർ ചെയ്തത്. അല്ലാതെ അവരാരും BJP-യിലൊന്നും പോയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ആഗ്രഹം അവർ BJP പോകണമെന്നാണ്. കാരണം BJP-യെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അമിത്ഷായും നരേന്ദ്രമോദി എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. എന്നിട്ട് ഈ പഞ്ചായത്തിലുണ്ടായ കാര്യത്തിൽ കോൺഗ്രസിനെ പരിഹസിക്കാൻ വരിക. ആ കോൺഗ്രസ്സുകാരെ ആരും BJP-യിലൊന്നും പോയിട്ടില്ല. പ്രധാനപ്പെട്ട നേതാക്കളുടെ, അത് മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും തന്നെ പ്രതികരണം കേട്ടുകഴിഞ്ഞു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതാ ഫലം വന്നതിനൊക്കെ ശേഷം അധ്യക്ഷ സ്ഥാനത്തേക്ക് ആളുകൾ വരേണ്ട ഘട്ടത്തിൽ തന്നെ മറ്റത്തൂരാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുബഷീർ P. അക്ബറും റോഷിവാലും ചേരുകയാണ് വിശദാംശങ്ങളുമായി. ആദ്യം മുബഷീറിലേക്കാണ്. മുബഷീർ, മറ്റത്തൂരിലെ രാഷ്ട്രീയ നാടകങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ അല്ലേ? ഒരു വശത്ത് BJP-യുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ, മറുവശത്താണെങ്കിൽ കോൺഗ്രസിന്റെ കടുത്ത നടപടികൾ എന്ന് പറയുന്നു. മലക്കം മറിച്ചിലും കാണുന്നു. ഇത് ഒരു വലിയ പൊളിറ്റിക്കൽ ത്രില്ലറായി മാറിയിരിക്കുന്നു. ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാനുള്ളത് അവിടെ?
സസ്പെൻസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മറ്റത്തൂർ പഞ്ചായത്തിനെ ചുറ്റിപ്പറ്റി വിശേഷം ഒരു ഭാഗത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ മറ്റത്തൂർ പഞ്ചായത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ BJP വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. റോഷ്നി, അതായത് നേരത്തെ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് BJPയുടെ പിന്തുണയോടുകൂടി അവിടെ ഭരണസമിതി വന്ന് നമ്മൾ കണ്ടതായിരുന്നു. കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന വിമത സ്ഥാനാർത്ഥി, അതായത് UDFന്റെ വിമത സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ BJP അംഗങ്ങളും പിന്തുണച്ചുകൊണ്ടായിരുന്നു അവിടെ ഭരണസമിതി രൂപീകരിച്ചിരുന്നത്. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച 8ഓളം വാർഡംഗങ്ങളെ ഇപ്പോൾ പൂർണ്ണമായിട്ടും BJPയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ BJPയുടെ സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ തന്നെ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ BJPയുടെ ഇവിടെ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കളൊക്കെ തന്നെ ആ വാദങ്ങൾ പൂർണ്ണമായിട്ടും നിഷേധിക്കുന്നുണ്ടെങ്കിലും മറ്റത്തൂരിലെ ആർക്കും തങ്ങളുടെ പാർട്ടിയിലേക്ക് വരാം, സ്വാഗതം എന്നുള്ളതാണ് BJPയുടെ എറണാകുളം തൃശൂർ മേഖലാ പ്രസിഡന്റായിട്ടുള്ള നാഗേഷ് പറഞ്ഞു വെക്കുന്നത്. ഒരു ഭാഗത്ത് CPM ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് BJP ഇത്തരമൊരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ നിന്നും രാജി സമർപ്പിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടുന്ന കോൺഗ്രസിന്റെ 8ഓളം മുൻ വാർഡംഗങ്ങൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അവർ കൃത്യമായിട്ടും ഈ സമയത്ത് മാധ്യമങ്ങളിലൂടെ നിലപാട് അറിയിക്കുമെന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ നിർണായകമായിട്ടുള്ള നിലപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസ് വളരെ കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അവകാശവാദം. നേരത്തെ തന്നെ ഇവരെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതാണ്. ഇവർക്ക് കൃത്യമായിട്ടുള്ള താക്കീത് കൊടുത്തിരുന്നു. പാർട്ടിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതുകൊണ്ട് തന്നെയാണ് DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള TM ചന്ദ്രൻ ഉൾപ്പെടുന്ന അവിടെയുള്ള മണ്ഡലം പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ 8ഓളം കോൺഗ്രസിന്റെ വാർഡംഗങ്ങൾ കോൺഗ്രസിൽ നിന്ന് നേരത്തെ പുറത്തായി വീണ്ടും തിരിച്ചെടുത്ത 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കുൾപ്പെടെ എതിരെയാണ് കോൺഗ്രസ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ പാർട്ടി കണിശമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലയിൽ തന്നെ തുടരുമെന്നുള്ളതാണ് DCC പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. പക്ഷേ അതേസമയം BJP നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളെ എങ്ങനെ കോൺഗ്രസ് മറികടക്കുമെന്നുള്ളതാണ് ഇനി കാണേണ്ടത്. വിശേഷം ഒരു ഭാഗത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള രാഷ്ട്രീയ നാടകീയ നീക്കങ്ങളായിരുന്നു നമ്മൾ മറ്റത്തൂർ കേന്ദ്രീകരിച്ച് കൊണ്ടിരുന്നത്. മൊത്തം 24 സീറ്റിൽ 10 സീറ്റ് UDFന് ലഭിക്കുന്നു, 10 സീറ്റ് LDFന് ലഭിക്കുന്നു. കേവലം 4 സീറ്റിൽ മാത്രമായിരുന്നു BJP അവിടെ ഉണ്ടായിരുന്നത്. LDFന് സ്വാധീനമുള്ള മേഖലയായിരുന്നു. അവിടെ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടത് UDFനെ ഗുണം ചെയ്യുമെന്നുള്ളതായിരുന്നു അവരുടെ അവകാശവാദം. അവരുടെ വിലയിരുത്തൽ തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടായി. അവരെ സംബന്ധിച്ച് 10ഓളം സീറ്റുകൾ ലഭിക്കുന്നുണ്ട്. 8 സീറ്റുകളായിരുന്നു അവർ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചിരുന്നത്. പിന്നീട് നേരത്തെ പിന്നീട് കോൺഗ്രസ് വിമതരായി മത്സരിച്ച 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും UDFനെ പിന്തുണക്കുന്നതായി. പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് നടക്കാൻ പോകുന്ന വേളയിൽ മിനിറ്റുകൾക്ക് മുൻപ് മാത്രമായിരുന്നു 8ഓളം കോൺഗ്രസിന്റെ വാർഡംഗങ്ങൾ അവിടെ നിന്നും രാജി സമർപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള ടെസിക്ക് പിന്തുണ കൊടുക്കുന്നു. ടെസിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഒരു ഭാഗത്ത് കോൺഗ്രസ് നിലയുറപ്പിച്ചപ്പോൾ BJPയുടെ 4 അംഗങ്ങളും ടെസിക്ക് വോട്ട് ചെയ്യുന്ന അങ്ങേയറ്റം ഡ്രമാറ്റിക് ആയിട്ടുള്ള രംഗങ്ങൾ തന്നെയായിരുന്നു പിന്നീട് അവിടെ നിന്നും നമ്മൾ കണ്ടിരുന്നത്. അങ്ങനെ ടെസ്സി അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി വരുന്നൊരു കാഴ്ചയാണ് കണ്ടത്. കോൺഗ്രസിന്റെ ഈ ഒരു അംഗങ്ങളുടെ ഈ നീക്കങ്ങൾക്ക് തന്നെ നേതൃത്വം കൊടുത്തിരുന്ന DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള TM ചന്ദ്രനാണ് എന്നുള്ളതായിരുന്നു കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾ അവിടെ ചൂണ്ടിക്കാണിച്ചിരുന്നത്. TM ചന്ദ്രനെ ആ ഒരു ഘട്ടത്തിൽ തന്നെ ഇന്നലെ തന്നെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. പാർട്ടിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നുള്ളതായിരുന്നു ചൂണ്ടിക്കാണിച്ചിരുന്നത്. മണ്ഡലം പ്രസിഡന്റിനെയും സസ്പെൻഡ് ചെയ്യുന്നു. 8ഓളം വാർഡ് കോൺഗ്രസ് അംഗങ്ങളെയും അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ അവരൊക്കെ തന്നെ കോൺഗ്രസ്സുകാരായി തന്നെ തുടരുമെന്നുള്ളതായിരുന്നു അവരുടെയൊക്കെ തന്നെ അവകാശവാദം. എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ BJP ഇങ്ങനെ ഒരു നീക്കം നടത്തുന്ന സാഹചര്യത്തിൽ അവരുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ നിലപാട് എന്താകുമെന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ പ്രതികരിച്ചിരുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞിരുന്നത് അവിടെയുള്ള ഭരണവിരുദ്ധ വികാരം ഉപയോഗപ്പെടുത്താൻ UDFന് സാധിച്ചില്ല. അതായത് DCCക്ക് അവിടെ ഭരണസമിതി കൊണ്ടുവരാൻ സാധിച്ചില്ല. ജനങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തെങ്കിലും അവരുടെ ഭരണസമിതി ഉണ്ടാക്കിയെടുക്കാൻ DCC മുന്നോട്ട് വന്നില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞിരുന്നത്. എന്തായാലും ആ നീക്കങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. സസ്പെൻസ് ആ നിലയിൽ തന്നെ മറ്റത്തൂർ പഞ്ചായത്ത് കാത്തിരിക്കുകയാണ്. ഈ കോൺഗ്രസിന്റെ മുൻ കോൺഗ്രസ് വാർഡ് അംഗങ്ങളുടെ വാർത്താ സമ്മേളനം, അതിലേക്കാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കണം. കാരണം ഇത്തരം ഒരു വലിയൊരു അട്ടിമറിക്ക് കാരണക്കാരായവർ ഇനി മാധ്യമങ്ങളോട് വന്ന് എന്താണ് വിശദീകരിക്കാൻ പോകുന്നതെന്ന് നമ്മൾ ഉറ്റുനോക്കുകയാണ്. വരും മണിക്കൂറുകളിൽ നമ്മളത് പ്രതീക്ഷിക്കുന്നു.